സമയം 4 മണി കേട്ടോ. ഹരിദ്വാറിലെ ബസ് സ്റ്റാൻഡാണ്. അടുത്ത് കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ് ഹരിദ്വാർ ബസ് സ്റ്റാൻഡിൽ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ചായയെല്ലാം കുടിച്ച് നമുക്ക് ഹരിദ്വാർ ഒന്ന് കണ്ടിട്ട് ഋഷികേശിന് പോകണം. ഇതാണ് ഹരിദ്വാർ ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പം നമ്മൾ ഹരിദ്വാർ ബസ് സ്റ്റാൻഡ് വന്നിറങ്ങിയിട്ട് ഒന്ന് ഫ്രഷായി ചായ. ഇവിടെ ഈ കലിയിലേക്ക് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇഷ്ടം പോലെ കടകളുണ്ട്. ബൈക്ക് സ്കൂട്ടിക്ക് റെൻറ്റ് കിട്ടുന്ന കടകളുണ്ട്. ഞാനിപ്പോൾ ചുമ്മാ ചോദിച്ചു, ബൈക്കിന് 1200 രൂപ, സ്കൂട്ടിക്ക് 700 രൂപ. വെറുതെ ചോദിച്ചാണ്. നമ്മൾ ഇന്ന് ബൈക്ക് എടുത്ത് കറങ്ങാൻ പ്ലാനില്ല. സമയം 4:30 ആയതേ ഉള്ളൂ. ഒന്ന് ഫ്രഷായി ചായ കുടിച്ചു. സമയം പോകണ്ടേ. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഇവിടെ ഒരു ലഗേജ് റൂം നോക്കണം. ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ടെന്ന് പറഞ്ഞേ. ക്ലോക്ക് റൂം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ലഗേജ് വെക്കാമല്ലോ. അപ്പോൾ ഒരു ക്ലോക്ക് റൂം ഞാൻ നോക്കുവാട്ടെ. ഇതാണ് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഇവിടെ തൊട്ടടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ട് ഓപ്പോസിറ്റിനാണ് ഹരിദ്വാർ ബസ് സ്റ്റാൻഡും ഉള്ളത്. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഹോട്ടലൊക്കെ ഉണ്ട് താമസിക്കാൻ. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ. ഓക്കെ, നമുക്ക് പോയി നോക്കാവേ. ബാഗ് വെക്കാനുള്ള പൈസ എങ്ങനെ നോക്കാം. എന്നിട്ട് തുറന്നിട്ടില്ല, അത് എപ്പോഴാണോ തുറക്കുന്ന ഇനിയിപ്പം ക്ലോക്ക് റൂം ATM നോക്കാം നമുക്ക്. ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഓപ്പോസിറ്റ് വരുന്നവർക്ക് ഓക്കെ. ഇവിടെ റൂംസ് ഡോർമെട്രി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഓപ്പോസിറ്റ് സിംഗിളായിട്ട് വരുന്നവർ ഡോർമെട്രി വേണമെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് വന്നാൽ മതി. ഇവിടെ ഡോർമെട്രി ഉണ്ട്, ക്ലോക്ക് റൂം ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. भैया क्लॉक रूम है क्या लगेज रखने के लिए? 2 लगेज रख रहे हैं शाम 2 बार तक 2 बैग. कितना चार्ज लेते हैं? 100 रुपये. जी ठीक है, अभी लेकर आएगा. അപ്പം നമ്മൾ ഒരു ടോട്ടോ പിടിച്ചു. ഇവിടുന്ന് നടക്കാനാണെങ്കിൽ 3 കിലോമീറ്റർ ഉണ്ട്. രാവിലെ അത് നടക്കണ്ടെന്ന് വെച്ചു. എത്രയും പെട്ടെന്ന് ഹരിദ്വാർ ക്രോസ് ചെയ്തിട്ട് ഋഷികേശിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഹരിദ്വാറിലെ ഗംഗ ആരതി കാണാൻ വേണ്ടിയിട്ട് ടൈമിങ് 5:30 മുതൽ 6:30 വരെയാണ് ഗംഗ ആരതിയുടെ ടൈമിങ്, രാവിലെ ടൈം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്കിനി ഇവിടുന്ന് നടന്നു പോകണം കേട്ടോ. സൈക്കിൾ റിക്ഷയൊക്കെ ഉണ്ട്, വണ്ടിക്കൊക്കെ പോകാം. പക്ഷെ നമ്മൾ വന്ന ഓട്ടോ ഇങ്ങോട്ട് ഇല്ല, ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ മുതലിനി ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്, നമുക്ക് നടക്കാം. കുറേ ബിൽഡിങ് കേട്ടോ. ഈ അമ്പലത്തിലേക്കുള്ള വഴി മൊത്തം ഇങ്ങനെ കുറേ പഴയ ബിൽഡിങ്ങുകളുണ്ട്. പണ്ടത്തെ കാലത്തുണ്ടാക്കിയ ബിൽഡിങ്ങാണ്. പുതിയ ബിൽഡിങ്ങുകളും ഉണ്ട്, പഴയതും ഉണ്ട്. ഇതെല്ലാം മിക്സഡാണ്. ഓക്കെ, നമ്മളിപ്പോൾ എത്തിയ സ്ഥലമാണ് ഹർക്കിപ്പൂരി മാർഗ്. ഇവിടെയൊക്കെ ഗംഗാ റിവർ കണ്ടോ എന്നാ സ്പീഡ് ലെവൽ ഒഴുകുന്നതെന്ന്. താഴേക്ക് ഇറങ്ങി കുളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് ഹർക്കിപ്പൂരി മാർഗ്. ഇത് ഈ ആൾക്കാരെല്ലാം ഇരിക്കുന്ന ആരതി കാണാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഗംഗ എന്നാ സ്പീഡിൽ ഒഴുകുന്നതെന്ന് നോക്കി ഡമോ. ഇവിടെ നമുക്ക് താഴെറങ്ങുവാണെങ്കിൽ നമുക്ക് ഗംഗാരതി കാണാം. ഇവിടുന്ന് ക്രോസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെയാണ് ഈ ഗംഗാരതി ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ. പൈസ കൊടുക്കാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. 100 രൂപ എന്തോ ചെല്ലാൻ എഴുതുന്നുണ്ട്. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ളത് ഹരിദ്വാറിലാണ്. ഹരിദ്വാറിലെ ഗംഗാരതിയാണ് നമ്മൾ കണ്ടത് കേട്ടോ.
ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം ഗംഗ ഹരിദ്വാറാണ്. ഇവിടെ രണ്ട് സൈഡിലും കുളിക്കാനൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്. ഇതാണ് ഇവിടെ ഹരിദ്വാർ. ഇവിടെ നോക്കാം നമുക്ക് ഇതുണ്ട് ഇവിടുത്തെ ഈ ഒരു ഹർക്ക പൗരി ഇവിടുത്തെ ഫുൾ അടിപൊളിയായിട്ട് ഇത് കാണാൻ കേട്ടോ. രണ്ട് സൈഡിൽ ഒഴുകുന്നത് ഗംഗ, ഇവിടെ ഗംഗ, ഈ സൈഡിൽ ഒഴുകുന്ന ഗംഗ. നമ്മൾ ഗംഗയുടെ നടുക്കൊരു പാലമുണ്ട്, ആ പാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് ഗംഗ റിവർ. ഗംഗോത്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഋഷികേശിൽ നിന്ന് നമ്മൾ ഹരിദ്വാർ എത്തി. ഏഴ് വെള്ളമാണ്. ഈ നദിയാണ് നേരെ വാരണാസിയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് നേരെ കൽക്കട്ട വഴി ബേ ഓഫ് ബംഗാളിലേക്ക്. ഇത് ഗംഗ റിവറിൻ്റെ ഒരു സൈഡ്, പിന്നെ ഒരു സൈഡ് അവിടെ കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം നമ്മൾ കുറച്ച് മുമ്പ് ഗംഗാരതി കണ്ടായിരുന്നല്ലോ, അവിടെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഗംഗാരതി നടക്കുന്നത്. ഇവിടെയൊക്കെ ഇതെല്ലാം ചങ്ങലയെല്ലാം കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കുളിക്കാനുള്ളതും പൂജ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഡങ് വരെ ഉണ്ട്. ഇത് മൊത്തം ഗംഗ ഘാട്ടാണ്. ഇവിടെ വരെ ഉണ്ട് ഇത്. ഇവിടുന്ന് ഇതിൻ്റെ അപ്പർ സൈഡ് ചെറിയ മാർക്കറ്റ് പോലെയാണ്. അതിൻ്റെ അപ്പർ സൈഡ് പിന്നെയും ഒരു ഗംഗാ റിവറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അറ്റം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട്, നദിയുണ്ട്, പക്ഷേ അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. ഇപ്പം നമുക്ക് മെയിനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നത് ഇവിടെ ഹരിദ്വാറിലെ നമ്മൾ മോർണിംഗ് രാവിലത്തെ ആരതി കണ്ടു. ഇനി നമ്മൾ ഋഷികേശ് എന്നിട്ട് അവിടുത്തെ ത്രിവേണി ഘാട്ടുണ്ട്. ഗംഗ, യമുന, സരസ്വതി 3 റിവറും കൂടെ ഒന്നിക്കുന്ന സ്ഥലം ഋഷികേശിലെ ത്രിവേണി ഘാട്ട്. അവിടെയും കൂടെ പോയിട്ട് അവിടുന്ന് നമുക്ക് ഡെറാഡൂൺ പോവാം. അതാണ് ഇനിയുള്ള പ്ലാന്. നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. ഇപ്പോഴും സൺലൈറ്റ് ആയിട്ടില്ല. സമയം 6 മണി 6:30 ആയി. പക്ഷെ നല്ല ക്ലൗഡിയാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര സൺലൈറ്റ് ആയിട്ടില്ല. ഇവിടെയാണ് ഇതിൻ്റെ മൊത്തം അമ്പലങ്ങൾ തിരക്കൊക്കെ ഉള്ളത്. രാവിലെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെയും കടകളൊക്കെ തുറന്നിട്ടില്ല, തുറന്ന് വരുന്നേ ഉള്ളൂ. ഇവിടെയുള്ള കുറേ കടകളൊക്കെ ഉണ്ട്. എല്ലാം ഷീറ്റിട്ട് മൂടിയിട്ടേക്കുമാണ്, തുറന്നിട്ടില്ല. നല്ല കാലാവസ്ഥ കേട്ടോ കറങ്ങാൻ. ഏതായാലും ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട്, നല്ല വലിയ തണുപ്പില്ല. നമ്മൾ നാനിതാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള തണുപ്പൊന്നുമില്ല. നാനിതാൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് അത്ര തണുപ്പില്ല. നമ്മൾ ഒരു സ്വെറ്റർ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, അത്ര തണുപ്പുള്ളൂ. പക്ഷെ നമുക്ക് നാനിതാളാണെങ്കിൽ നമ്മൾ ഇന്നലെ ഇറങ്ങാൻ നേരത്തെ ജാക്കറ്റൊക്കെ ഇട്ട് തണുത്ത് വിറച്ചിട്ട് നമ്മൾ ഇറങ്ങിയത് നാനിതാളിൽ നിന്ന്. പക്ഷേ ഹരിദ്വാർ എത്തിക്കഴിയുമ്പം ചെറിയൊരു കാറ്റുണ്ട്. അത് ഗംഗയുടെ മുകളിൽ നിന്ന് ഇതുണ്ട്, പാലത്തിന് മുകളിൽ നിൽക്കുന്നുണ്ടല്ലോ, ചെറിയൊരു കാറ്റാണ്, അല്ലാതൊരു തണുപ്പില്ല. ഇവിടുന്ന് ഈ ഹരിദ്വാറിലെ നല്ലൊരു വ്യൂ കിട്ടും നമുക്ക്. നമ്മൾ സാറിന് ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോസിൻ്റെ വ്യൂ ഇവിടുന്ന് കേട്ടോ. നമ്മൾ അതിലേ വന്നിട്ട് ആ ടവറിൻ്റെ അതിലേ അങ്ങ് പോയി, ഈ ബ്രിഡ്ജ് കയറി അങ്ങ് ക്രോസ് ചെയ്ത് പോയി. അവിടെ നിന്ന് 1 കിലോമീറ്ററോളം നടന്നിട്ട് നമ്മളിപ്പം ഇതിലൊരു വഴിയുണ്ട്, ഈ ഒരു മെയിൻ റോഡ്, ഈ വഴിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് നേരെ തിരിഞ്ഞ് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഇവിടെ നിന്നാണ് തിരിയുന്നത്. ഇവിടെയാണ് മെയിൻ അമ്പലം കേട്ടോ. അപ്പോൾ നമുക്ക് ഹരിദ്വാറിനോട് ബൈ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ വഴി അങ്ങോട്ട് പോയത് കേട്ടോ. ഈ വഴി പോയി നല്ല മൊത്തം കറങ്ങി ഈ വഴി തിരിച്ചു വന്നു. ഇനി നമുക്ക് നേരെ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോകാവേ. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങിയത്. പിന്നെ ഇവിടുത്തെ അടുത്ത് തന്നെയാണ് നമ്മൾ ബാഗ് വെച്ചേക്കുന്നത്. ഇവിടുന്ന് എല്ലാം കഴിച്ചിട്ട് ബാഗ് എടുക്കുന്നു,
അടുത്ത ബസ് പിടിക്കുന്നു, നേരെ ഋഷികേശ്. ഇവിടെ എന്നെ നീ കഴിക്കാനുള്ളതെന്ന് നോക്കാം. രാവിലെ റൊട്ടിയും പൂരിയൊക്കെ കിട്ടുള്ളൂ. ചപ്പാത്തിയും പൂരിയല്ലേ. क्या क्या मिलेगा भैया? 4 रोटी है, चावल है और बीच 2 सब्जी। क्या क्या सब्जी मिलेगा? सब्जी चाहे गोभी लो, छोले लो, दाल लो, 2 चीज ले लो। और रोटी क्या क्या सब्जी अलग मिलेगा? रोटी सब्जी मिलेगा? 2 सब्जी है, कोई से ले सकते हो, जैसे गोभी है, छोले हैं, दाल है। ठीक है, तो रोटी. നമ്മൾ ബാഗ് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ. നമുക്ക് പോയി ബാഗ് എടുക്കാം. നമ്മൾ അവിടെ കയറുന്ന ഒരു ബസ് സ്റ്റാൻഡുണ്ട്, കയറുന്ന സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങുന്ന സ്റ്റോപ്പ്. ഇവിടുന്ന് നമുക്ക് ഋഷികേശിലേക്ക് പോകാനുള്ള ബസ് കിട്ടും. ഋഷികേശ് അങ്ങനെ നമ്മൾ ഋഷികേശ് എത്തി കേട്ടോ. ഋഷികേശ്. ഓക്കേ, ഇതാണ് ഋഷികേശ് ബസ് സ്റ്റാൻഡ്. ഈ കാണുന്നതാണ് ഋഷികേശിലെ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇത് 4 ചുറ്റും ഹിമാലയമാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല മൂടലുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അവിടെ സൺലൈറ്റ് വരുന്ന കാണാമല്ലോ സാറിൻ്റെ. ഓക്കെ, ഇവിടെ നമ്മൾ ബസ് ഇറങ്ങി. ഇത് നമ്മൾ പോകുന്നതാണ് ഇവിടെ ത്രിവേണിഘാട്ട്. ത്രിവേണിഘാട്ട് എന്ന് പറഞ്ഞാൽ ഗംഗയും യമുനയും സരസ്വതി റിവർ. സരസ്വതി പറഞ്ഞാൽ റിവർ ഇല്ല, ഒരു ഇമാജിനറിയാണ്, മിത്തിക്കലാണ്. അപ്പോൾ ആ 3 റിവറും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു ഹോളി പ്ലേസ് ആണ് ഈ ത്രിവേണിഘാട്ട്. ആക്ച്വലി ഗംഗയും യമുനയും മീറ്റ് ചെയ്യുന്നത് അലഹബാദ് പ്രയാഗ്രാജ് വെച്ചാണ്. പക്ഷേ ഇവിടെ ഒരു വിശ്വാസമുണ്ട്, ഋഷികേശ് വെച്ചിലാണ് ഈ ഗംഗയും യമുനയും സരസ്വതി റിവറും കൂടെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവിടെ ത്രിവേണിഘാട്ടുള്ളത്. പക്ഷേ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഗംഗ റിവർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നടക്കാനുള്ളൂ 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടാട്ടോ. നല്ല രസമുണ്ട് കാണാം കേട്ടോ. ഇത് മൊത്തം ഹിമാലയം, ഇങ്ങനെ മലകൾ, ഇതിൻ്റെ സൈഡിലാണ്, താഴെയാണ് ഗംഗ റിവർ ഉള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ത്രിവേണിഘാട്ടിലേക്കുള്ള വഴി കേട്ടോ. ഒരു പോസ്റ്റർ ഉണ്ട് കേട്ടോ, ഒരു ഡോഗ് മിസ്സിങ്. കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ 1,000,000 രൂപ. നമ്മൾ ബാഗും തൂക്കി നടക്കാൻ കണ്ട് കുറേ നേരമായി. നല്ല വെയിറ്റാണ് ബാഗിന്. ഈ വഴി നമുക്ക് പോകണം കേട്ടോ. ഈ വഴി നേരെ. യെസ്, നമ്മളെത്തി. മുമ്പിലാണ് ത്രിവേണിഘാട്ട്, ത്രിവേണി സംഗമം, ത്രിവേണിഘാട്ട് എന്നൊക്കെ പറയാം. ഗംഗാ റിവറാണ്. എല്ലാവരും പൂജ ചെയ്യുന്നു, കുളിക്കുന്നു, അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. പക്ഷെ ഇവിടെ ഗംഗ ഭയങ്കര ശാന്തമായിട്ട് ഒഴുകും കേട്ടോ. മുകളിൽ നിന്ന് ഒഴുകി വരുന്നു, ഉണ്ടായി. ഇവിടെ ഭയങ്കര ശാന്തമാണ്. ഈ ഗംഗാ റിവറാണ് താഴെ ഹരിദ്വാറിലെത്തുന്നത്. പക്ഷെ ഹരിദ്വാർ എത്തുന്നതിന് മുമ്പ് ഇത് വേറെ 2-3 ചെറിയ നദിയെ കെട്ടിയോ യോജിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വെള്ളം കുറവ്. അതിലെയാണ് ഗംഗ ഒഴുകി വരുന്നത്. അവിടുന്ന് ശക്തിയിൽ ചെറുതായിട്ട് ഒഴുകി വന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ പരന്ന് ഒഴുകുന്നു കേട്ടോ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇത് പരന്ന് ഒഴുകുകയാണ്. ഇത് യോഗ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഋഷികേശ്. ഇവിടെ ഒത്തിരി യോഗാശ്രമമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ കുറേ പഴയ അമ്പലങ്ങളുണ്ട്, പിന്നെ ഒത്തിരി യോഗ ആശ്രമങ്ങളുള്ള സ്ഥലമാണ്. പിന്നെ ഗേറ്റ് വേ ഓഫ് ഹിമാലയ, പിന്നെ നാച്ചുറൽ ബ്യൂട്ടി, റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആട്ടോ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഇത് ഹോളി റിവറും, അങ്ങനെ എല്ലാം കൊണ്ടുമുള്ളൊരു സ്ഥലമാണ് ഋഷികേശ്. ഏതായാലും ഇനി ഇവിടെ നമുക്കൊന്നും കാണാനില്ല, നമുക്ക് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോവാം. ഈ ഒരു ത്രിവേണിഘാട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഋഷികേശ് ഇറങ്ങിയത്. നമ്മൾ കുളു മണാലി ഷിംലയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഡെറാഡൂൺ ടച്ച് ചെയ്യുമ്പം ആ വഴി ഹരിദ്വാറും ഋഷികേശും 2 പുണ്യസ്ഥലങ്ങളാണല്ലോ. അപ്പോൾ 2 ടച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എത്തിയത്. പിന്നെ നമുക്ക് നേരെ
ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമുക്ക് നേരെ ഡെറാഡൂണിലേക്കുള്ള ബസ് കയറാം. നമ്മൾ ഈ നമ്മുടെ ഈ ഋഷികേശിനെ കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന വലിയൊരു ബ്രിഡ്ജ് കിട്ടും. നമുക്ക് വലിയൊരു ബ്രിഡ്ജാണ് കിട്ടുന്നത്. അത് സംഭവിച്ചാൽ ലക്ഷ്മൺ ജൂള എന്ന് പറയും. ലക്ഷ്മൺ ജൂള അത് ഗംഗാ റിവറിന് മുകളിലേക്കോട്ടുള്ള ഒരു വലിയൊരു ബ്രിഡ്ജ് ലക്ഷ്മൺ ജൂള. അത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ത്രിവേണി സംഗമത്തിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടുന്ന് ടാക്സി അല്ലെങ്കിൽ ബസ് പിടിച്ച് പോകേണ്ടി വരും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോയി. നമുക്ക് എത്രയും പെട്ടെന്ന് ഡെറാഡൂൺ പിടിച്ചിട്ട് ഡെറാഡൂന്ന് മൊസൂർ പിടിക്കണം. അതുകൊണ്ട് നമ്മൾ വേറെ ഇടയ്ക്കും പോകുന്നില്ല. ഇവിടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഡെറാഡൂണിലേക്ക് ബസ്സുണ്ട്. അവിടുന്ന് പിന്നെ മൊസൂറിലേക്ക് പോകും. അപ്പം ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രി കേട്ടോ. ഈ ത്രിവേണി സംഗമത്തിൻ്റെ ഇവിടെ കടകളൊക്കെ ഓപ്പണായി വരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് പിന്നെയും തിരിച്ച് ഋഷികേശ് ബസ് സ്റ്റാൻഡ് എത്തി കേട്ടോ. ഇവിടെ നമുക്ക് ചോദിക്കാം ഡെറാഡൂണിലേക്കുള്ള ബസ് എവിടെയാന്ന്. ഭയ്യ ഡെറാഡൂൺ കരീ ബസ് കാ മിലേഗാ? ഉസ് സൈഡ് മേ. ഒരു വാഷ്റൂമിൽ പോയിട്ട് അത്യാവശ്യം വൃത്തിയുള്ളതാണ് കേട്ടോ. അവിടെ പേ ആൻഡ് യൂസ് ആണ്, പക്ഷേ പൈസ മേടിച്ചില്ല. പകരം പേരും ചോദിച്ചു, അഡ്രസ്സും എഴുതി വെപ്പിച്ചു. ബാത്റൂമിൽ രജിസ്റ്റർ, പബ്ലിക് ടോയ്ലറ്റ്, അവിടെ രജിസ്റ്ററിൽ നമ്മുടെ പേരെഴുതണം, മൊബൈൽ നമ്പർ എഴുതണം, എവിടുന്ന് വെറുതെ എഴുതണം. പേരെഴുതി, മൊബൈൽ നമ്പർ തിരിച്ചെഴുതി, കേരളത്തിൽ നിന്ന് എഴുതുന്നത് എഴുതി. എന്നാൽ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. പേരും അഡ്രസ്സും എഴുതേണ്ട ഒരു ടോയ്ലറ്റ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ. എവിടെ നോക്കിയാലും ബൈക്ക് ഓൺ റെൻറ്റ്, സ്കൂട്ടി ഓൺ റെൻറ്റ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഡെറാഡൂണിലേക്കുള്ള ബസ്സാണോ? ഡെറാഡൂൺ ഇവിടെ എൻട്രിയിലുണ്ടെന്ന് പറഞ്ഞത്. ഏതായാലും സീറ്റുള്ള ബസ്സേ പിടിക്കുന്നുള്ളൂ. നല്ല വെയിലാട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന വെയിൽ. ഡെറാഡൂണാണ് ഉള്ളത്. നമ്മൾ അവിടെ ബസ് ഇറങ്ങി അവിടുന്ന് നമ്മൾ മസൂറിക്ക് പോകാനുള്ള ബസ് പിടിക്കാൻ വേണ്ടി പോവാണ്. അത് അപ്പുറം റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ വരെ അവിടെ ഉള്ളെന്ന് പറഞ്ഞു ബസ്. വേറെ ബസ് സ്റ്റാൻഡാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മസൂറിക്ക് പോകുന്ന ബസ് സ്റ്റാൻഡ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ചെറിയൊരു ബസ് സ്റ്റാൻഡ്. ഇപ്പോഴോട് ബസ്സില്ലാന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പോൾ സമയത്ത് ബസ്സില്ല. ടാക്സി ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ടാക്സി 2 പേർക്ക് 750 രൂപ പറഞ്ഞത് മസൂറിക്ക് പോകാനുള്ള. നമ്മുടെ അബായി ഒരു ടിക്കറ്റ് ചോദിക്കാൻ പോയിട്ടുണ്ട്, ടൈമിങ് ചോദിക്കാൻ പോയിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് പുറകെ കേട്ടോ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ. ഈ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ ഡെറാഡൂൺ വരുവാണെങ്കിൽ കൃത്യം 5 മണിക്കൂർ എടുക്കുള്ളൂ. ആനന്ദ് വിഹാറിൽ നിന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഡെറാഡൂൺ എത്താം. ഇവിടുന്ന് 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസൂറി എത്താൻ പറ്റും. അപ്പം നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ നേരെ ഡൽഹി കയറുക. ഡൽഹിയിൽ നിന്ന് നേരെ ട്രെയിൻ പിടിച്ച് നേരെ ഡെറാഡൂൺ നേരെ മസൂറി. 1 മണിക്കൂറായിട്ട് നിൽക്കുന്നു കേട്ടോ ഈ ഡെറാഡൂണിൽ നിന്ന് മസൂറിക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഒത്തിരി ടാക്സിയൊക്കെ ഉണ്ട്, ഒടുക്കത്തെ വിലയാണ്. ഇവിടെ ഒരു ബസ് ഇപ്പോഴാണ് വന്നത്. 1 മണിക്കൂറായിട്ട് നിന്നിട്ട് ഇപ്പോഴാണ് ബസ് വന്നത്. ഇതുണ്ട് ഇവിടെ 3-4 ബസ്സുള്ള ആൾക്കാരുടെ ക്യൂ ഇപ്പം നിൽപ്പുണ്ട്. ഒരു കാര്യം പറയാതിരിക്കും ഭയ്യ, ഈ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ഈ ഒരു സിസ്റ്റം വളരെ മോശം കേട്ടോ. മസൂർ പോലെയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഡെറാഡൂൺ പോലുള്ള ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഇവിടെ ഇത്രയും പേർക്ക് ക്യൂ നിന്നിട്ട് ബസ്സില്ല എന്നുള്ളത് ഇത് നോർമൽ സീസണൊന്നും അല്ല. എന്നിട്ടും അപ്പം സീസണിലെ അവസ്ഥയോ ഇവിടെ ഇഷ്ടംപോലെ ടാക്സിക്കാരുണ്ടാവും. ടാക്സിക്ക് 12 അടിച്ച് ടാക്സി പണ്ട്. അപ്പം ഇത് അവർക്കുള്ള പരിപാടിയാണ്.